നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് അടൂരിൽ UDF സ്ഥാനാർത്ഥിയായി. ജില്ലയിലെ നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായം തുടരുന്നതിനിടെയാണ് ആറന്മുളയിൽ അബിൻ വർക്കിയെയും അടൂരിൽ രമ്യ ഹരിദാസിനെയും സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം. വിഷ്ണു VS വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ അടൂർ സംവരണ സീറ്റാണ്. ഇവിടെ നിന്ന് രമ്യ ഹരിദാസിനെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിക്കുകയാണ്. അതിനോട് ഈ അടൂരിലെ നേതൃത്വത്തിനൊക്കെയുള്ള ഒരു സമീപനം എങ്ങനെയാണെന്നത് ആദ്യം അറിയണം. ഒപ്പം ഇനി ആറന്മുളയിലേക്ക് വന്നാൽ അബിൻ വർക്കിയെ അവിടെ മത്സരിപ്പിക്കുന്നതിൽ കാര്യമായ എതിർപ്പ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ ഒരു പോസ്റ്ററൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു, നാട്ടുകാരൻ തന്നെ സ്ഥാനാർത്ഥിയാവട്ടെ എന്ന നിലയിൽ. അപ്പോൾ വലിയ എതിർപ്പുകളില്ലാതെ ഈ രണ്ട് സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന കോൺഫിഡൻസ് ഉണ്ടോ പാർട്ടിക്ക്? പത്തനംതിട്ട ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടക്കുന്ന സാഹചര്യത്തിലാണ് അടൂര് രമ്യ ഹരിദാസിന്റെ പേര് പരിഗണിക്കുന്നത്. നേരത്തെ പന്തളം സുധാകരൻ, മുൻ മന്ത്രി പന്തളം സുധാകരന്റെ പേരാണ് പറഞ്ഞു കേട്ടതെങ്കിൽ അതിനെയെല്ലാം തള്ളിക്കൊണ്ട് ഇപ്പോൾ രമ്യ ഹരിദാസിനെ അടൂർ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് KPCC നേതൃത്വം മാറുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. മുൻ മന്ത്രി പന്തളം സുധാകരൻ കഴിഞ്ഞ സമയങ്ങളിലെല്ലാം അടൂർ നിയോജക മണ്ഡലത്തിൽ സജീവമായിരുന്നു. 5 നിയോജക മണ്ഡലത്തിൽ ഒരു നിയോജക മണ്ഡലമായ അടൂർ സംവരണ സീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം MG കണ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ MG കണ്ണൻ മത്സരിച്ച് വലിയ ലീഡ് നില ഉണ്ടാക്കിയ മണ്ഡലമാണ്. ജിത്യൻ ഗോപകുമാർ നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അവിടെ വിജയിച്ചത്. ആ സാഹചര്യത്തിൽ അടൂർ നിയോജക മണ്ഡലത്തിൽ കൂടുതൽ കാര്യക്ഷമമായി പരിഗണിച്ചു കഴിഞ്ഞാൽ അവിടെ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. ആ സാഹചര്യത്തിലാണ് കരുത്തറ്റൊരു സ്ഥാനാർത്ഥിയെ തന്നെ ഇവിടേക്ക് പരിഗണിക്കണമെന്നുള്ള രീതി ചർച്ച പോയത്. അപ്പോഴാണ് പത്തനംതിട്ട ജില്ലക്കാരനായ പന്തളം സുധാകരന്റെ മുൻ മന്ത്രിയാണ്. അദ്ദേഹത്തെ ഇതിലേക്ക് മത്സരിപ്പിക്കാനുള്ള പല ചർച്ചകളും നടന്നു. അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിൽ സജീവമായി നിന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ആ പേരിനെ എല്ലാം തള്ളിക്കൊണ്ടാണ് രമ്യ ഹരിദാസിന്റെ പേര് ഇപ്പൊ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് പരാജയപ്പെട്ടിരുന്നു. പക്ഷേ സംവരണ മണ്ഡലമായതിനാൽ ഇവിടെ പിടിച്ചു നിർത്തുന്ന സാഹചര്യമുള്ള ഉടനെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വലിയ തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് KPCC രമ്യ ഹരിദാസിന്റെ പേര് മുൻപോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അബിൻ വർക്കി ആറന്മുളയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റർ DCC ഓഫീസിന് മുൻപിലൊക്കെ പത്തനംതിട്ട ജില്ലയിലെ പല പ്രദേശങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മാത്രമല്ല ജില്ലയിൽ നിന്നുള്ള ഒരാൾ തന്നെ മത്സരിക്കണമെന്നുള്ള തീരുമാനം കഴിഞ്ഞ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലൊക്കെ ഉണ്ടായിരുന്നു. ജില്ലാ നേതൃത്വം അത് തെളിയിരുന്നെങ്കിലും അങ്ങനെയുള്ള തീരുമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിലുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊന്നും വകവെക്കാതെയാണ് KPCC എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിജയം മാത്രമാണ് ലക്ഷ്യമെന്ന രീതിയിൽ മുൻപോട്ട് പോകുന്നത്. ആറന്മുള നിയോജക മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ത്യയോടൻ, അതുപോലെ തന്നെ DCC വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ തുടങ്ങിയവരുടെ പേരുകളെല്ലാം മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അബിൻ വർക്കിയെ തന്നെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ KPCC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയ ഭൂരിപക്ഷമുള്ള മേഖലയാണ് അടൂർ. അതുകൊണ്ട് ഇപ്പോൾ അബിൻ വർക്കി മത്സരിച്ച സഭയുടെ പേര് ഏകീകരിക്കാൻ സാധിക്കുമെന്ന തരത്തിലുള്ള വോട്ടുകൾ ഏകീകരിക്കാൻ സാധ്യതയുള്ള തീരുമാനത്തിലേക്കാണ് KPCC പോകുന്നത്. പ്രത്യേകിച്ചും വീണ ജോർജ് കഴിഞ്ഞ ദിവസത്തിലൊക്കെ വലിയ രാഷ്ട്രീയ വിവാദമായി നിന്ന നിയോജക മണ്ഡലമാണ്. വീണ ജോർജിന്റെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അവിടെ വിജയിക്കാമെന്ന തരത്തിലേക്ക് പോവുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ അടൂര് രമ്യ ഹരിദാസിനെ ആറന്മുളയിൽ അബിൻ വർക്കിയെയും KPCC നേതൃത്വം പരിഗണിക്കുന്നത്. പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ചും അടൂരിൽ രമ്യ ഹരിദാസ്, ആറന്മുളയിൽ അബിൻ വർക്കി എന്നീ പേരുകളുമായി മുന്നോട്ട് പോവുകയാണ് നേതൃത്വം. വിഷ്ണു VS ആണ് വിശദാംശങ്ങൾ നൽകിയത്.